നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേവിക്ക് മരുന്ന് തരേണ്ട സമയം കഴിഞ്ഞില്ലേ? അയ്യോ എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് മരുന്ന് തരല്ലേ. ഇതെന്താ ദേവി കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കുന്നേ? മരുന്ന് കഴിക്കണം. മരുന്ന് കഴിക്കാതെ അസുഖമൊന്നും മാറില്ല. എനിക്ക് ഒരു അസുഖവും ഇല്ല. അസുഖം ഇല്ലാത്ത എനിക്ക് എന്തിനാ മരുന്ന് തരുന്നത്? എല്ലാവർക്കും എന്നെ ഒരു രോഗിയായി കാണാനുള്ള തിടുക്കം കാണുമ്പോ എനിക്ക് എന്നെ സങ്കടം വരിക. സത്യം പറഞ്ഞ എനിക്ക് ആ ഗുളിക കഴിക്കുമ്പോഴ അസുഖം കൂടുന്നെ. അല്ലാത്തപ്പോ എനിക്ക് ഒരു അസുഖവും ഇല്ല. പാവം എന്റെ ദേവിയെ ഞാൻ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുന്നത്? ഇങ്ങനൊരു രോഗമാണ് അവൾക്കുള്ളതെന്ന് ഞാൻ എങ്ങനെ പറയും? ജേട്ടൻ എന്താ മിണ്ടാതിരുന്ന് ആലോചിക്കുന്ന? ദേവി ഈ ഗുളിക കഴിച്ചേ പറ്റൂ. എന്തെങ്കിലും അസുഖമില്ലാതെ ഡോക്ടർ മരുന്ന് തരില്ലല്ലോ. അമ്മ ഇത് പല പ്രാവശ്യമായി പറയുന്നു, ഈ മരുന്ന് കഴിക്കുമ്പോഴേ അസുഖമെന്ന്. അതിലെന്തോ കാര്യം ഉണ്ടായിരിക്കണം. ഞാൻ ആ ഫുഡ് പോയ്സൺ വന്ന് കിടപ്പിലായിട്ട് ഒരാഴ്ചയാവുന്നു. എല്ലാവരും എന്നെ രോഗിയായി ശുശ്രൂഷിക്കുന്നല്ലാതെ എന്റെ രോഗം മാറിക്കാണാൻ ഒരാഗ്രഹവും ഇല്ലേ? എന്താ ഇങ്ങനെ? എന്താ ഇവിടെ? എന്താ പ്രശ്നം? ദേവി മരുന്ന് കഴിക്കുന്നില്ല മോളെ. മരുന്ന് കൊടുക്കാൻ നോക്കുമ്പോ ഓരോ ന്യായവും. അച്ഛൻ മരുന്ന് കൊടുക്കണ്ട, അമ്മയ്ക്ക് ഞാൻ മരുന്ന് കൊടുത്തോളാം. അച്ഛനൊന്ന് പോയേ. അച്ഛനൊന്ന് പോ. അച്ഛാ, ഞാൻ പറഞ്ഞ കേക്കില്ലേ? ഒന്ന് പോയേ. എണ്ണിക്ക് പോ. അമ്മ ഈ മരുന്ന് കഴിക്കണ്ട. ഈ മരുന്ന് കഴിക്കുമ്പോഴാണല്ലോ അമ്മയ്ക്ക് അസുഖം. എനിക്ക് ഈ മരുന്നെന്നല്ല ഒരു മരുന്നും വേണ്ട. മരുന്ന് കഴിക്കുമ്പോ മാത്രം എനിക്ക് രോഗം, വോമിറ്റിങ്ങും മറ്റു പ്രശ്നങ്ങളും. ശരി, അമ്മ ഇനി മരുന്നേ കഴിക്കുന്നില്ല. പക്ഷെ അമ്മേന്റെ കൂടെ ഒരിടം വരെ വരണം. എന്തിന്? അതൊക്കെ പിന്നെ പറയാം. അമ്മ വരുവോ? വരുന്നതിന് എന്താ കുഴപ്പം? എന്റെ മോൾ എവിടേക്ക് വിളിച്ചാലും അമ്മ വരും. അതുവരെ ആര് ചോദിച്ചാലും മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാ മതി. ശരി. ഇവള് കുക്കിങ്ങില് ഈ തക്ക നോക്കി എന്റെ കാർത്തി ഒന്ന് വിസിറ്റ് ചെയ്തേക്കാം. സമയം കളയണ്ട. ഇവനിവിടെ ഇല്ലേ? എവിടെ പോയി? കാർത്തിക് കുളിക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.